السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدور الثاني من سلسلة دروس اللغة العربية لغير الناطقين بها. وقد بدأنا الدرس السادس عشر. ഖുർആൻ പഠനത്തിനെളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 2ാം സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഏത് പാഠമായിരുന്നു നമ്മൾ വായിച്ചു നിർത്തിയത്? എത്രാമത്തെ പേജ്? സഫ്ഹ റഖം സഫ്ഹ ഏത് പേജാണ്? കേൾക്കുന്നുണ്ടോ? സാദിസ് അശർ സഫ്ഹ റഖം 109 أو 110. صفحة رقم 109. أين أخوك الحسين؟ صح؟ അപ്പൊ ഹുസൈനും അഹും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ ഗ്രമറ്റിക്കൽ ബന്ധം അഹും ഹുസൈനും തമ്മിൽ വ്യാകരണപരമായ ബന്ധം എന്താണ്? നഹ്വിയായ ബന്ധം അഹിന്റെ ബദലാണ് ഹുസൈൻ. അല്ലേ? അതല്ലേ പറഞ്ഞു നിർത്തിയത് നമ്മള്? ശരിയാണോ? അപ്പൊ അതുകൊണ്ട് അതിനെ അഹൂക്കൽ ഹുസൈനു എന്ന് പറയണോ, നീ എന്ന് പറയണോ, ഞാൻ എന്ന് പറയണോ? അതിന് അഹൂക്കൽ ഹുസൈൻ നു ആണോ, നീ ആണോ, ഞാനാണോ? ഹുസൈനു. ഹുസൈനു. അപ്പൊ അഹൈന് ലമ്മാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വാവുണ്ട്, അഹൂക്ക എന്ന് പറയും. അതുകൊണ്ട് റഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. هو في الحمام. He's in the bathroom. ബാത്റൂം അല്ല, ഹമ്മാം എന്ന് പറഞ്ഞാല് അതെ, ഹമ്മാം എന്ന് പറഞ്ഞാൽ ബാത്റൂം, മിർഹാബ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ്. هو في الحمام. He's in the bathroom. اللب. ماذا يريد هو؟ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അറാദ എന്ന വാക്കിന്റെ രൂപഭേദങ്ങൾ ഈ പാഠത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതാണ് മാദാ യുരീദു. അറാദയുടെ അപൂർണക്രിയയാണ് യുരീദു. അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? വാട്ട് ഡസ് ഹി വാണ്ട്? ഹുവ യുരീദു ഹലാവ. സ്വീറ്റ്സ് ഉദ്ദേശിക്കുന്നു. അതപ്പോ അവൻ ഹമ്മാമിലായതുകൊണ്ട് അവൻ എന്താ വേണ്ടതെന്ന് അറിയില്ല. ഇവിടെ അറാദയുടെ പല രൂപങ്ങൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതുരീദൂന ഷൈഅൻ, അവിടെ മുതലാ തുടങ്ങിയത്. അതുരീദൂന ഷൈഅൻ അറാദയുടെ രൂപഭേദം. അറാദു, അറത്ത്, മറത്തു, അറദിന, യുരീദ്, യുരീദൂന, തുരീദൂന, ഉരീദ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നേരത്തെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതൊരു പ്രശ്നമല്ല.
തുരീദൂന നാം നുരീദു നാം നുരീദു മാദാ തുരീദു നാം നുരീദു അതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് വേണം. മാദാ തുരീദു നീ നിനക്കെന്ത് വേണം? ഉരീദു കലമൻ എനിക്ക് പേന വേണം. ഓക്കെ, ഉരീദു കലമൻ ഉമറു ഉരീദു കലമൻ. അല്ലബ് മാദാ തുരീദു അൻത യാ അംറു മാദാ തുരീദു അൻത നീ നിനക്കെന്ത് വേണം? ഉരീദു ദസ്തറൻ. അപ്പൊ അംറു പറഞ്ഞു ഉരീദു എനിക്ക് വേണം. അമ്ര ബല വലാക്കിനി ഉരീദു ദഫ്തറൻ ദാവറത്തൻ. അപ്പോ അമ്ര പറഞ്ഞു ഉരീദു ദഫ്തറൻ. അപ്പൊ ഞാൻ അത് എനിക്ക് വേണം, എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഐ വാണ്ട് ഉരീദു ഐ വാണ്ട്. അതേപോലെ അല്ലബ് മാദാ തുരീദു അൻത യാ ഹിശാമു ഹിശാമിനോട് മാദാ തുരീദു എന്ന് ചോദിച്ചു. അങ്ങനെ മാ ഉരീദു ഷൈഅൻ. അപ്പോ അതിന്റെ നെഗറ്റീവുമായി മാ ഉരീദു എനിക്ക് വേണ്ട. അൽ അൻ അൽ അൻ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മാ ഉപയോഗിച്ചത്. അൽ അൻ ആയതുകൊണ്ടാണ് മാ ഉപയോഗിച്ചത്. അതിന് ഹൂക്കൽ ഹുസൈൻ. അപ്പൊ ഹുസൈൻ ഇവിടെ നിന്ന് വാപ്പ ചോദിച്ചു. അപ്പൊ ഹുവ ഫിൽ ഹമ്മാമി മാദാ യുരീദു. അപ്പൊ അവൻ എന്ത് വേണം? വാട്ട് ഡസ് ഹി വാണ്ട്? ഹുവ യുരീദു ഹലാവ. അവന് വല്ല മുട്ടായി വല്ലതും മതി. ഹലാവ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ്. മലയാളത്തിൽ എന്ത് പറയും? ഹലാവയുടെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ എന്ത് പറയും? മധുരം. അലുവ. ഓ ഓ ഈ അറബി മലയാളത്തിലേക്ക് വന്ന എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, മലയാളം എങ്ങനെ രൂപപ്പെട്ടു എന്നത്. അലുവ എന്ന് പറഞ്ഞാൽ ഹൽവ. ഹലാവ പറഞ്ഞ ഒന്നാണ് എന്ത് ചെയ്തത്? ഹൽവ ആയത്. ഇപ്പോഴും ചില ഷോപ്പുകളിൽ ഹൽവ എന്ന് ഉപയോഗിക്കുന്ന ഷോപ്പുകളുണ്ട്. ഹലുവ എന്ന് പറയുന്നതിന് പകരം ഹൽവ. ഹലാവയിൽ നിന്നും വന്നതാണ് ഹൽവയായാലും അലുവയായിരുന്നല്ല. പക്ഷെ നമ്മളിപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പൊ അതെന്ത് ആയി? ഒരു ഇനം സ്വീറ്റ്സിന്റെ പേരായി. നമ്മളിപ്പോൾ പറയുന്ന സ്വീറ്റ്സ് എന്നല്ല എന്ന് പറയുന്നു. നമ്മൾ അലുവ എന്ന് തന്നെയാണ് പറയുന്നത്. ഏതുപോലെന്ന് വെച്ചാല് മൈതാൻ എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? കളിസ്ഥലമാണ്, പ്ലേ ഗ്രൗണ്ട്, മൈതാൻ. പക്ഷെ ഇപ്പൊ മൈതാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് എന്ന അർത്ഥത്തിലാണ് അറബിയിൽ തന്നെ ഉപയോഗിക്കുന്നത്. മൈതാൻ, ഗ്രൗണ്ട്. അതേസമയം കളിക്കുന്ന സ്ഥലത്തിന് മൽഅബ് എന്ന് വേറെ വാക്കുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം പ്രയോഗത്തിലൂടെ വന്നു ചേർന്നത്. ഇപ്പൊ ഹലാവ അല്ലെങ്കിൽ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ പലതരം സ്വീറ്റ്സ് എന്ന് പറയുന്ന പല സ്വീറ്റ്സുകളും വേറെ. ഹലാവ എന്ന് പറയുന്ന ഹൽവ അല്ലെങ്കിൽ അലുവ എന്ന് പറയുന്ന സംഭവം വേറൊരു ഇനം. നമ്മൾ സ്വീറ്റ്സ് എന്ന് പറയുന്ന അല്ലാത്ത വേറൊരു ഇനം മധുരപദാർത്ഥം. അപ്പോ ആരാധയുടെ വ്യത്യസ്ത രൂപഭേദങ്ങൾ പറഞ്ഞു. മാതാ തുരിദിന യാ ബനാത്തു. ബനാത്തിനോട് എന്ത് പറഞ്ഞു? മാതാ തുരിദിന. തുരിദിന എന്ന വാക്ക് ഖുർആനിൽ വായിച്ചിട്ടുള്ള ഏത് പെണ്ണുങ്ങളുണ്ട്? പെണ്ണുങ്ങളോട് ചോദിച്ചാണല്ലോ മാതാ തുരിദിന എന്ന്. പെണ്ണുങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഖുർആനിൽ തുരിദിന? ഈ ലോക ജീവിതം ആഗ്രഹിക്കും, നിങ്ങൾ ഈ ലോക ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്ത ദുനിയ സീനതഹ ഫതആലൈന ഉമത്തിഅകുന്ന വഉസരിഹകുന്ന സറാഹൻ ജമീല. വായിച്ചിട്ടില്ലേ? ഇനിയെങ്കിലും ദയവേത് നമ്മൾ ഖുർആൻ തുറന്ന് വായിക്കുക. ഖുർആൻ ഓതുന്നതിന് പകരം തുറന്ന് വായിക്കുക. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വായിക്കുമ്പോൾ. ഓരോന്നും നമ്മൾ ഫോക്കസ് കൊടുത്ത് വായിക്കുക, പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കുക. അവരുടെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ വായിക്കുമ്പോൾ, ഖുർആൻ മനസ്സിലാക്കുമ്പോൾ, ഖുർആൻ ഗ്രഹിക്കുന്നതിന് അവതരണ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും അവതരണ പശ്ചാത്തലം ഇല്ലാതെ അവതരണ പശ്ചാത്തലത്തിൽ നിന്നും മുക്തമായി നമ്മളൊന്ന് വായിച്ചോ, അപ്പൊ വേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം എന്താണ്? ഖുർആൻ ഒരാൾ വായിക്കുമ്പോൾ ഖുർആൻ മാത്രമേ വായിക്കുന്നു, അവതരണ പശ്ചാത്തലം അയാൾ നോക്കുന്നു.
പക്ഷെ കൂടുതൽ കാര്യം മനസ്സിലാക്കുന്നതിന് അതിന്റെ വിശദാംശവും ബേസിക് അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് അവതരണ പശ്ചാത്തലം പ്രധാനമാണ്. അതേസമയം അവതരണ പശ്ചാത്തലം ഇല്ലാതെ ഖുർആൻ വായിച്ചാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഭാഷാപരമായിട്ട് നോക്കിയാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. മാത തുരിദിന്, അപ്പോ ഹുവ യുരീദു, ഹിയ തുരീദു, ഹുന്ന തുരിദിന്, ഹുന്ന തുരിദി അല്ല അൻത അൻത സോറി അൻത തുരീദു, അൻതി തുരീദീന, അൻതുന്ന തുരിദിന്. അൻതുന്നയാണ്. അൻതുന്ന നിങ്ങളാകുന്ന പെണ്ണുങ്ങൾ, തുരിദിന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മാതാ തുരിദിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? യാ ബനാത്ത്. അപ്പൊ അറാദ യുരീദു എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്ന് അർത്ഥമുള്ളതോടൊപ്പം തന്നെ എനിക്ക് വേണം, എനിക്ക് ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അതാണ് ഇവിടെ യൂസേജ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. യാ അബതി അൻത ഇശ്തറൈതലി മിലഫൻ ഖബല ഉസ്ബൂഅ്. ആയിഷ പറയാ. അപ്പൊ മാതാ തുരീദിന എന്ന് പെണ്ണുങ്ങളോട് ചോദിച്ചു. യാ ബനാത്തു, പെൺമക്കളെ. യാ ബനാത്തു, യാ വന്നതുകൊണ്ട് ബനാത്തു എന്നാണ് വരിക. ആയിഷത്തു. യാ അബതി, യാ അബത്തി എന്ന് പറയുമ്പോഴത്തേക്ക് അബി എന്ന് പറയുന്ന പോലെ തന്നെയാണ്, എന്റെ ഉപ്പ എന്ന് പറയുന്ന പോലെ തന്നെ അബത്തി. പക്ഷെ കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂടുതലാണ്. ഇന്റിമസി കൂടിയതാണ് അബത്തി. അൻതസ്തറൈതലി മിലഫൻ ഖബല ഉസ്ബൂഅ്. നമ്മൾ പിതാവ് എന്ന് പറയുന്ന ഉപ്പ എന്ന് വിളിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം പോലെ. യാ അബി എന്ന് പറഞ്ഞാൽ അല്ലയോ എന്റെ പിതാവ് എന്ന് പറയാം. യാ അബത്തി എന്ന് പറഞ്ഞാൽ ഉപ്പ. ഓക്കെ. അൻതസ്തറൈതലി മിലഫൻ, മിലഫ് എന്താണ്? ഫയൽ. മിലഫ് ഫയൽ. ലഫ ചുരുട്ടി വെച്ചു, മടക്കി വെച്ചു. മിലഫ് ചുരുട്ടി വെക്കുന്ന സാധനം. ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നതിന് ലഫ എന്ന് പറയാൻ പറ്റുമോ? ലഫ. ലഫ. അതെ. ലഫ അല്ല, അതിന്റെ ഇത് യൂല്ല. ലഫ യലിഫു. ലഫ യലിഫു. ഖബല ഉസ്ബൂഇൻ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ്. ഉരീദുൽ ആന മിലഫൻ ആഖറ. ഉരീദുൽ ആന, ഇപ്പോൾ എനിക്ക് വേണം. നേരത്തെ പറഞ്ഞ പോലെ ഉരീദുവിന്റെ അർത്ഥം എന്താ? ഉരീദുൽ ആന, ഇപ്പോൾ എനിക്ക് വേണം. മിലഫൻ ആഖർ, മിലഫൻ ആഖർ മറ്റൊന്ന്, ആഖർ മറ്റൊന്ന്, ആഖർ. അപ്പൊ മിലഫ് എന്താണ്? മസ്കുലിനാണ്. അതുകൊണ്ടാണ് ആഖർ എന്ന് പറയുന്നത്. മിലഫൻ ആഖറ. ആഖർ എന്ന് പറയുന്നത് എന്താണ്? അത് ഗൈറു മുൻസരിഫാണ്. ആഖറു, ആഖരി, ആഖറ എന്ന് മാത്രമേ പറയൂ. തൻവീൻ പറയില്ല. ആഖരി എന്ന് പറയൂല. ആഖറ, ആഖറു. തൻവീൻ വരില്ല, കസ്റും വരില്ല. ഗൈറു മുൻസരിഫാണ് ആഖർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഇവിടെ മിലഫൻ തൻവീൻ ഉണ്ട്, അതിന്റെ വിശേഷണമാണ് ആഖർ, മറ്റൊന്ന്. അപ്പൊ അതിനെന്ത് ചെയ്തു? ഒരു 10 മാത്രമേ ഉള്ളൂ. അല്ലത് മാദാ തുരീദീന മാദാ തുരീദീന അൻതി യാ ഹഫ്സത്തു. അപ്പൊ അൻത നീ, അൻതി നീ ഒരു സ്ത്രീ. മാദാ തുരീദീന അൻതി ഹഫ്സത്തു, യാ ഹഫ്സത്തു, അല്ലയോ ഹഫ്സ നിനക്കെന്താ വേണ്ടത്? ഹഫ്സത്തു. ഉരീദു ഹഖീബത്ത്, ഉരീദു ഹഖീബത്തുൻ, എനിക്കൊരു ബാഗ് വേണം. അമാ ഇൻദകി ഹഖീബത്തുൻ, നിന്റെ അടുക്കൽ ബാഗില്ലേ? അമാ ഇൻദകി, നിന്റെ അടുക്കൽ ഇല്ലേ? ഹഫ്സത്തു ബല ഇന്ദി ഹഖീബത്തുൻ ഹംറാഉ, ഹംറാ ആയ ഹഖീബത്താണ് എൻ്റെ അടുക്കുള്ളത്. ഹംറാ, ഹംറ എന്ന് പറഞ്ഞാല് ചുമന്നത്.
അഹ്മറിന്റെ ഫെമിനിൻ. അപ്പൊ അഹ്മറു ഹംറാഉ, അബിയലു ബൈല ബൈദാഉ, പിന്നെ അസ്വദു സൗദ അപ്പൊ സൗദ. അപ്പൊ സൗദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ സഹോദരിമാർക്ക് സൗദ എന്ന് പേരിടൂല്ലേ? സൗദ എന്ന് പറഞ്ഞാൽ കറുമ്പി. അർത്ഥം നോക്കിയാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നു. കറുമ്പി, കറുമ്പി, കറുപ്പുള്ളവൾ, കറുത്തവൾ. ഒരു ഹക്കീബത്തൻ അവിടെ എന്താ? ഇന്ത്യ ഹക്കീബത്തൻ ഹംറാഉ, എന്റെ അടുക്കൽ. ഹംറാ ഹക്കീബത്തിന്റെ വിശേഷണമാണ് ഹംറാ. ഹക്കീബത്തിന് തന്നെയില്ല, ഹംറാന് തന്നെയില്ല. എന്തുകൊണ്ടാ? ഇതെല്ലാം വയറ് മുൻസരിപ്പാണ്. നിറങ്ങളുടെ പേരുകളെല്ലാം എന്താണ്? വയറ് മുൻസരിപ്പാണ്. ഇത് അവസാനിക്കുന്നതാണ് അതിന്റെ കാരണം. ഇവിടെ ഹംറാ എന്ന് പറയുമ്പോൾ ഇത് അവസാനിക്കും. അവസാനിക്കുന്ന എല്ലാം എന്താണ്? വയറ് മുൻസരിപ്പാണ്. ഹംറാ. അതേപോലെ ഈ കളറിന്റെ നിറത്തിന്റെ എന്താണ്? പുല്ലിംഗ രൂപവും എന്താണ്? അത് വയറ് മുൻസരിപ്പാണ്. കാരണം അത് അഹ്മദ് വസിനിൽ വരുന്നുണ്ട്, അഫ്ആലു വസിനിൽ വരുന്നത്. അബിയലു, അസ്വദു, അഹ്മറു, അതും എന്താണ്? വയറ് മുൻസരിപ്പ്. അപ്പൊ പൊതുവെ പറഞ്ഞാൽ നിറങ്ങളുടെ പേരെല്ലാം വയറ് മുൻസരിപ്പാണ്, ആണായാലും പെണ്ണായാലും. ഉരീദു ഹക്കീബത്തൻ ഉഖ്റ. അപ്പൊ ആഖർ നേരത്തെ പറഞ്ഞത് മിലഫൻ ആഖർ എന്ന് പറഞ്ഞപ്പോ മസ്കുലിനായിരുന്നു. ഇവിടെ ഹക്കീബത്തിന്റെ വിശേഷണം പറഞ്ഞപ്പോ ഉഖ്റ. ഇവിടെ ഹക്കീബത്തിൻ ഹംറാഉ എന്നേരം പറഞ്ഞു നമ്മൾ, അത് സ്ത്രീലിംഗമാണ് ഹംറാ. അതേപോലെ ഇവിടെ ഹക്കീബത്തൻ ഉഖ്റ, ആഖറിന്റെ സ്ത്രീലിംഗം ഉഖ്റ. സൗദാ. സൗദാന്റെ പുല്ലിംഗം എന്താണ്? അസ്വദ്. ഓക്കെ, നല്ലത്. മാതാ തുരീദീന യാ സുആദു. അപ്പോ നേരത്തെ ഹഫ്സയോട് ചോദിച്ചതുപോലെ തന്നെയാണ്. ഹഫ്സ ഒരു പെണ്ണായതുകൊണ്ട് മാതാ തുരീദീന എന്ന് പറയും. അതേപോലെ സുആദു, മാതാ തുരീദീന യാ സുആദു. സുആദ് പെണ്ണാണ്. സുആദിനോട് എന്ത് ചോദിച്ചു? മാതാ തുരീദീന, നിനക്ക് എന്ത് വേണം? സുആദ് ഇന്ദി മിസ്തറത്തുൻ സഗീറത്തുൻ. മിസ്തറത്ത് എന്താണ്? റൂളർ. റൂളർ. അപ്പൊ റൂളിന് എന്ത് പറയും? സത്തുറുൻ. സത്തുറുൻ. മിസ്തറത്തുൻ വരയിടാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വരയിടാൻ ഉപയോഗിക്കുന്ന ഉപകരണം മിസ്തറത്ത്, റൂളർ. നമ്മൾ സ്കെയിൽ എന്നാണ് പറയുന്നത്. സ്കെയിൽ എന്ന് പറയാൻ കാരണം അത് അളക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അളക്കാൻ ഉപയോഗിക്കുന്നുണ്ടാണ് സ്കെയിൽ എന്ന് പറയും. അതിൽ നമ്പർ അടയാളപ്പെടുത്തിയില്ലെങ്കിൽ അതിന്റെ പേരെന്താ? അത് റൂളറാണ്, അല്ലെങ്കിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. എന്താണ് അതിന്റെ ഉപകരണം ഉപയോഗം അതനുസരിച്ച് പേര് വരും. അളവിൽ സെന്റിമീറ്ററും ഇഞ്ചസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സ്കെയിൽ എന്ന് പറയും. മിസ്തറത്തുൻ സഗീറത്ത്. അപ്പൊ മിസ്തറത്തിന്റെ വിശേഷണം എന്ത് വന്നു? സഗീറത്തുൻ, സ്ത്രീലിംഗമാണ്. ഉരീദ് ഉഖ്റ കബീറത്തുൻ, കബീറത്തൻ. ഉരീദ് ഉഖ്റ, എനിക്ക് മറ്റൊന്ന് വേണം. അപ്പൊ മിസ്തറത്ത് ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഉഖ്റ എന്ന് സ്ത്രീലിംഗമല്ല. ഉരീദ് മിസ്തറത്തൻ ഉഖ്റ എന്നാണ് അതിന്റെ സാരം. എന്നിട്ട് എന്ത് ചെയ്തു? ഉഖ്റ. അപ്പൊ ഉരീദു എന്നതിന്റെ മഫ്ഊലുൻ ബിഹി ആണ് എന്ത്? ഉഖ്റ. നേരത്തെ ഉരീദു ഹക്കീബത്തൻ എന്ന് പറഞ്ഞില്ലേ മുകളിൽ? ഉരീദുവിന്റെ മഫ്ഊലുൻ ബിഹി ആണ്, അഥവാ അതിന്റെ കർമ്മമാണ് ഹക്കീബത്ത്, അതുകൊണ്ട് നസ്ബ് ചെയ്തു. അതേപോലെ ഉരീദുവിന്റെ ഇവിടെ ഉരീദുവിന്റെ മഫ്ഊലുൻ ബിഹി ആണ് ഉഖ്റ. പക്ഷെ അവിടെ നസ്ബ് കാണാൻ പറ്റില്ല. കാരണം അവസാനത്തെ ആളുടെ അക്ഷരം അലിഫാണ്, ഉഖ്റ. പക്ഷേ ആ ഉഖ്റയുടെ വിശേഷണമാണ് കബീറത്തൻ. അപ്പൊ അതുകൊണ്ട്
നമുക്ക് മനസ്സിലാവും ഒഹറ നസ്ബിയപ്പെട്ടതാണ് ഇവിടെ കബീറത്തൻ എന്നുള്ള വിശേഷണത്തിൽ. ഒഹറ സ്ത്രീലിംഗമായതുകൊണ്ട് കബീറത്തൻ എന്ന് അല്ല. മദതുരീദീന അൻത യാ ലൈല. ഇവിടെ നമുക്ക് ഈ പേരുകളുടെ വ്യത്യാസം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാഠപുസ്തക പരമ്പര ഉണ്ടല്ലോ, ഇതിൽ ഗ്രാമർ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലെ പാസേജ് വായിച്ചാൽ വ്യാകരണം വളരെ നന്നായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് വ്യാകരണം, ഭാഷ ഒക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ പല പാഠപുസ്തകങ്ങളിലും അത് കഥ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കഥയോ ഇൻഫർമേഷനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് കഥാപരമായും അങ്ങനെ ആ കഥയുമായും അല്ലെങ്കിൽ ആ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കുറെ വക്കാബുകളിലൊക്കെ നമുക്ക് പഠിക്കാം. അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ വ്യാകരണത്തിന്റെ അല്ലെങ്കിൽ ഭാഷാപരമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. കൂട്ടത്തിൽ ഇവിടെ നമ്മൾ നോക്കുക, ആദ്യം പറഞ്ഞത് ഹഫ്സത്തു, താഴെയുള്ള പെണ്ണിന്റെ പേരാണ് അല്ലെ. പെണ്ണിന്റെ പേര് ഹഫ്സത്ത് എന്ന് പറഞ്ഞു. ഹഫ്സത്ത് ഉണ്ട്. അപ്പൊ പേരിൽ എന്തുണ്ട്? താഴുണ്ട്. അടുത്ത് പറഞ്ഞ പേരെന്താ? ഷാദു. അവിടെ ഒരു അടയാളമില്ല. സ്ത്രീകളുടെ പേരാണ്, പെൺകുട്ടിയുടെ പേരാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. ഞാനിത് ആദ്യം വിളിപ്പിക്കുമ്പോൾ സ്വാദ് എന്നുള്ള ഞാൻ അവരെ ആലോചിച്ചിട്ടാണ് സ്വാദ് പെൺകുട്ടിയുടെ പേരാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോ ശരിക്കും എന്താണ് സ്വാദ്, ആ വാക്കിൽ വേറെ ഒരു അടയാളമില്ല, പെൺകുട്ടിയുടെ പേരാണെന്നുള്ളത്. അതേസമയം അടുത്ത പേര് മാതാത്തുരീദീന ലൈല. ലൈല എന്താണ്? ലൈല. അപ്പൊ അതില് ലൈല എന്ന് പറഞ്ഞത് ഹ്രസ്വത്തിൽ അവസാനിക്കുന്ന പേരെന്താണ് പറയുന്നത്? ദീർഘത്തിൽ അവസാനിക്കുന്നതാണ്. പക്ഷെ എന്താണത്? അരിപ്പിട്ട ദീർഘമല്ല, യായിട്ട് ദീർഘമാണ്. അങ്ങനെ യായിട്ട് ദീർഘത്തിൽ അവസാനിക്കുന്ന നാമങ്ങൾ സ്ത്രീലിംഗ നാമങ്ങളാണ്. ലൈല എന്ന് പറയുന്ന പോലെ. അപ്പൊ യാ ലൈല. അപ്പൊ അത് വേറൊരു തരം പേരാണ്. അപ്പൊ അതും എന്താണ്? സ്ത്രീകളുടെ പേരാണ്. അപ്പൊ ഇവിടെ മാതാ തുരീദീന അൻതി, തുരീദീന അൻതി, നീ ഒരു പെണ്ണ് എന്ന അർത്ഥത്തിൽ തുരീദീന എന്ന് വിളിച്ചു. ഉരീദു മുസ്ഹഫൻ. അപ്പൊ മറുപടി പറയുന്ന ആളെന്ന് പറയുന്നു, ഉരീദു, ഞാൻ അല്ല, എനിക്ക് വേണം, എനിക്ക് ആവശ്യമുണ്ട്. ഉരീദു മുസ്ഹഫൻ, എനിക്കൊരു മുസ്ഹഫ് വേണം. ഖുർആനല്ല, ഖുർആൻ വേറെ, മുസ്ഹഫ് വേറെ. ഖുർആൻ വേറെ, മുസ്ഹഫ് വേറെ. ഖുർആനും മുസ്ഹഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ ലൗഹൽ മഹ്ഫൂദിലാണുള്ളത്. ഖുർആൻ ലൗഹൽ മഹ്ഫൂദിലാണുള്ളത്. ഈയിടെയല്ല, പലപ്പോഴും ചരിത്രത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഖുർആൻ പ്രിന്റ് ചെയ്ത വസ്തുക്കളെ എന്ത് ചെയ്തിട്ടുണ്ട്? അവഹേളിച്ചിട്ടുണ്ട് ജനങ്ങൾ. അപ്പൊ ഇപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇപ്പൊ ഇസ്രായേലിലെ ഫലസ്തീനെ നമ്മൾ കണ്ടതാണ്. അതെടുത്തിട്ട് എന്ത് ചെയ്യാണ്? അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കയ്യിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്ത് അങ്ങനെ, അതായത് അവഹേളനപരമായ സംഗതി നമ്മൾ എന്ത് ചെയ്യരുത്? പ്രചരിപ്പിക്കും. നമ്മളെ ഉമ്മ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, എന്റെ ഉമ്മയെ അയാൾ ഇന്ന അസഭ്യം പറഞ്ഞു എന്ന് നമ്മൾ പറയൂ? അസഭ്യം പറഞ്ഞു എന്ന് പറയും. പക്ഷെ ഇന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് അസഭ്യം പറഞ്ഞത് എന്ന് പറയും അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ പിക്ചർ കാണിക്കാൻ പാടില്ല. അവഹേളിക്കുന്നുണ്ട് എന്ന് പറയാം, പക്ഷെ ആ പിക്ചർ, ആ ദൃശ്യത്തെ എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതൊന്ന്. മറ്റൊന്ന്, അവഹേളിക്കുന്നത് എന്തിനെയാണ്? ആ പേപ്പറിനെയാണ് അവഹേളിക്കുന്നത്, ഖുർആനിനെ ഇല്ല. അല്ലേ? ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനില്. പറഞ്ഞ ലാ യമസ്സുഹു, അതിനെ സ്പർശിക്കുകയില്ല, ഇല്ലൽ മുതഹ്ഹറൂൻ, വിശുദ്ധന്മാരല്ലാതെ. ഇപ്പൊ ലാ യമസ്സു എന്നാണ് പറഞ്ഞത്, ലാ തമസ് എന്നല്ല പറഞ്ഞത്. നീ സ്പർശിക്കരുത്, വിശുദ്ധിയില്ലാതെ നീ സ്പർശിക്കരുത് എന്ന് ഖുർആൻ വായിക്കുന്ന വിശ്വാസികളോടല്ല പറഞ്ഞത്. മറിച്ച് എന്താ? ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, വിശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല.
അപ്പൊ ഖുർആൻ ഒരാൾക്ക് സ്പർശിക്കണമെങ്കിൽ അയാൾക്ക് വിശുദ്ധി വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. അയാൾ തൊടുന്നത് എന്തായാലും ഖുർആനല്ല, അയാൾ തൊടുന്നത് പേപ്പറാണ്. എല്ലിൻ കഷ്ണം, തോലിൻ കഷ്ണം, ഇതിലൊക്കെയാണ് ഖുർആൻ എഴുതിയിരുന്നത് പണ്ട്. ഇപ്പൊ നമ്മൾ മനോഹരമായ പേപ്പർ അല്ലെങ്കിൽ വില കൂടിയ പേപ്പറിലൊക്കെ എഴുതും, തങ്കലിപികളിലൊക്കെ രേഖപ്പെടുത്തും. തങ്കം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ കളങ്കമില്ലാത്ത സ്വർണം. അപ്പൊ അങ്ങനെ അത്രയും ലിപിയിൽ രേഖപ്പെടുത്തിയാലും അതെന്താണ്, അത് സ്വർണമാണ്, അല്ലെങ്കിൽ അത് പേപ്പറാണ്, അല്ലെങ്കിൽ സ്വർണവും പേപ്പറും ഒക്കെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതൊന്നും ഖുർആനല്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ പാഠത്തിൽ പറയുന്നുണ്ട്, പാഠത്തിന്റെ നോട്ട്സിൽ നമുക്ക് തന്നിട്ടുണ്ട്, അധ്യാപകർക്ക് വേണ്ടിയിലൊക്കെ തന്നിട്ടുണ്ട്. മുസ്ഹഫ് എന്ന് പറയുന്നത് മുസ്ഹഫാണ്, ഖുർആൻ വേറെ. ഖുർആൻ എന്ന് പറയുന്നത് ലൗഹുൽ മഹ്ഫൂദ്, ഫീ ലൗഹിൻ മഹ്ഫൂദ്, അതെന്താണ്, സുരക്ഷിത ഫലകത്തിലാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള സമാ ദുനിയ, ഒന്നാം ആകാശത്തുള്ള ലൗഹുൽ മഹ്ഫൂദിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഈ കിതാബിൽ മക്നൂൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലാ യമസ്സുഹു ഇല്ല എന്ന്. അതെന്താണ്, സുരക്ഷിതമായ ഫലകത്തിലാണ്. അതിന് വിശുദ്ധന്മാരെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരായ മലക്കുകളല്ലാതെ അതിന് വേറെ ആരും സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അത് ഏടാക്കപ്പെട്ടതാണ്. അപ്പൊ ഖുർആനിനെ ഏടാക്കിയതിനെയാണ് എന്ത് ചെയ്യുന്നത്, മുസ്ഹഫ് എന്ന് പറയുന്നത്. ടെക്നിക്കലി അപ്പൊ പറഞ്ഞാൽ ഏടെന്നാണ്, ഏട് എന്നാണ് അർത്ഥം. പക്ഷെ സാങ്കേതികമായും ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഖുർആനിനെ ഏതാണ്, എഴുതിയതോ എഴുത്തിലൂടെയോ പ്രിന്റിലൂടെയോ അതിന് ഏടാക്കപ്പെട്ടതാണ്. അതാണ് മുസ്ഹഫ്. അപ്പൊ ഉരീദു മുസ്ഹഫൻ, എനിക്ക് ഒരു മുസ്ഹഫ് വേണം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഖുർആന്റെ കോപ്പി വേണം, പ്രിന്റ് ചെയ്ത കോപ്പി വേണം. ഹർഫിൻ കബീർ, വലിയ അക്ഷരമുള്ള. ഹർഫിൻ കബീർ. ഹർഫ് എന്ന് പറഞ്ഞ അക്ഷരം, കബീർ എന്ന് പറഞ്ഞാൽ വലുത്, എന്ന് പറഞ്ഞാലോ ഉള്ളതായ. അപ്പൊ എല്ലാ ഷേഖന്മാരും വന്നിട്ടുണ്ട്. ഷേഖന്മാർ എന്താ ലേറ്റ് ആയത്? ലിങ്ക് കയറാൻ നോക്കിയപ്പോഴാ സൂം ഇല്ലാന്ന് പറഞ്ഞേ. സൂം ഇല്ലെന്ന് പറഞ്ഞു? അല്ല, ഫോണ് പുതിയതായിരുന്നു, അപ്പൊ ലിങ്ക് കയറാൻ നോക്കിയപ്പോ സൂം ഇല്ല. സൂം ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു നേരത്തെ. എനിവേ, അപ്പൊ എന്ന വാക്ക് വയ്ക്കും. യുടെ അർത്ഥം എന്താണ്? ഉള്ള, ഹാവിങ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, എന്നതാണ് മൂന്നാണുങ്ങള്, ജാത്ത് ഒരു സഹോദരിയാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ വരാൻ കാരണം ജൂവിന് ഫത്ഹ ചെയ്യപ്പെട്ടു എന്നതാണ്. ജൂ എന്ന് പറഞ്ഞാൽ ലമ്മ് ചെയ്യപ്പെട്ടതാണ്. അടിസ്ഥാനപരമായും നാമം എന്താണ്, ലമ്മ് ചെയ്യപ്പെട്ടതാണ് അടിസ്ഥാനപരമായി. അപ്പൊ ആ അർത്ഥത്തിലാണ് ജൂ എന്ന്. ജൂ എന്ന് പറയുന്നത് എപ്പോഴും വിശേഷണമായിരിക്കും. ജൂ എന്ന് പറയുന്നത് വിശേഷണമായിട്ടായിരിക്കും വരിക, എപ്പോഴും വിശേഷണമായിട്ടായിരിക്കും വരിക. ജൂ എന്ന് പറയുന്നത് വിശേഷണമായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് മുസ്ഹഫൻ, ഉരീദുവിന്റെ ഒബ്ജക്റ്റ് ആണ് മുസ്ഹഫ്, അതുകൊണ്ട് നസ്ബ് ചെയ്തു മുസ്ഹഫൻ എന്ന് പറയും. ആ മുസ്ഹഫിന്റെ വിശേഷണമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നസ്ബ് ചെയ്യപ്പെട്ടു വരണം. ദൂവിന് നസ്ബ് ചെയ്താൽ ജായാവും, അതിന് ജർ ചെയ്താൽ ജീയാവും, കെസ്ർ കൊടുത്താൽ ജീയാവും, പത്ത് കൊടുത്താൽ ജായാവും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഹറഫിന് ശേഷമുള്ളതെല്ലാം ജർ ചെയ്യപ്പെട്ടതായിരുന്നു, ഖിലാഫത്തായിരിക്കും. ഒന്ന് എപ്പോഴും വിശേഷണമായിട്ടായിരിക്കും വരിക, മുമ്പുള്ളതിന്റെ വിശേഷണമായിട്ടായിരിക്കും വരിക. എന്നതിന് സൈനികമാണതിന്റെ, അതിന് ശേഷം വരുന്നതിന് എപ്പോഴും ജറായിരിക്കും, കാരണം അത് ഖിലാഫത്ത് ചെയ്തിട്ടായിരിക്കും വരിക. ഹറഫിൻ കബീർ, വലിയ അക്ഷരമുള്ള ഒരു മുസ്ഹഫ് എനിക്ക് വേണം. അല്ലത് അമാ തുരീദീന ശൈഅൻ യാ സൽമ. അപ്പൊ ലൈല, സൽമ എന്ന് പറഞ്ഞ എന്താണ്, സ്ത്രീകളുടെ പേര് സൽമ. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ലൈല, സൽമ എന്ന് പറഞ്ഞ അത്തരം പദങ്ങളെല്ലാം എന്താണ്, സ്ത്രീ
സ്ത്രീലിംഗ പദങ്ങളാണ്. സ്ത്രീലിംഗത്തിന്റെ അടയാളമാണ് അത്. ഹക്കീബത്തിൽ ഇത്തായുള്ളതുപോലെ സൽമ ലൈല എന്നതിന് അവസാനത്തെ അടയാളം കാണിക്കുന്നത് അത് സ്ത്രീലിംഗത്തിന്റെ അടയാളമാണ്. അതേപോലെ ഹംറാ അല്ല, അത് വേറെ. ഹംറാ എന്താണ് അത്? പിന്നെ റോയൽ മത്സ്യം. ഒരു മുസ്ഹബൻ അമാ തുരീദീന ഷൈഅൻ യാ സൽമ, അമാ തുരീദീന ഷൈഅൻ യാ സൽമ. നീയൊന്നും സൽമയോട് വായിക്കാൻ ചോദിക്കുന്നുണ്ട്. ഉദ്ദേശിക്കുന്നില്ല. സൽമ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തുരീദീന എന്ന് പറയും. ഷൈഅൻ എന്ന് പറഞ്ഞത് എന്താണ്? അതിന്റെ കർമ്മമാണ്. തുരീദീനയുടെ കർമ്മമാണ്. അതുകൊണ്ട് ഷൈഅൻ എന്ന് പറയും. യാ സൽമ, നിനക്ക് എന്തെങ്കിലും വേണോ? വേണ്ടേന്നല്ലേ? അമാ തുരീദീന, നിനക്കൊന്നും വേണ്ടേ? യാ സൽമ, അമാ തുരീദീന യാ സൽമ, നിനക്കൊന്നും വേണ്ടേ സൽമ? സൽമ ബല. അമാ എന്ന് നെഗറ്റീവ് ആയിട്ട് ചോദിച്ചുകൊണ്ട് ബല എന്ന് ഉത്തരം പറഞ്ഞാൽ വേണം എന്നർത്ഥം. ഉരീദു മുഅ്ജമൻ, മുഅ്ജം ഡിക്ഷണറി. മുഅ്ജമൻ ഡിക്ഷണറി. ഉരീദു മുഅ്ജമൻ ഇംഗ്ലീസിയൻ, ഇംഗ്ലീസിയൻ. എനിക്കൊരു ഇംഗ്ലീഷ് ഡിക്ഷണറി. മുഅ്ജമിന്റെ വിശേഷണമാണ് ഇംഗ്ലീസി, ഇംഗ്ലീഷ്. അതുകൊണ്ട് എന്ത് ചെയ്തു പറഞ്ഞ് അതിന് നെസ്ബിലും നെസ്ബ് കൊടുത്തു. മുഅ്ജമൻ ഇംഗ്ലീസിയൻ. വ ആഖറ ഫിറൻസിയൻ. എനിക്ക് ഉരീദ് മുഅ്ജമൻ ഒരു ഡിക്ഷണറി വേണം, ഇംഗ്ലീഷിന്റെ ഒരു ഡിക്ഷണറി വേണം. വ ആഖറ മറ്റൊന്നും വേണം. ഫിറൻസിയൻ ഫ്രഞ്ചിന്റെ ഒരു ഫ്രഞ്ച് ഡിക്ഷണറി വേണം, ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി വേണം. അല്ല അമാ തുരീദു ഉമ്മുക ഷൈഅൻ. അപ്പൊ ഇവിടെ എന്താണ്? അമാ തുരീദു, അമാ തുരീദു. അപ്പോ ഹുവ യുരീദു, ഹിയ തുരീദു. അപ്പൊ ഉമ്മ പ്രസന്റ് അല്ല, ഉമ്മയെ തേർഡ് പേഴ്സൺ ആക്കി പറയാണ്. അമാ തുരീദു അവൾക്ക് അവളാകുന്ന ഉമ്മക്ക്. അമാ തുരീദു ഉമ്മുക, ഉമ്മുക്കി, നിന്റെ ഉമ്മക്ക് ഒന്നും വേണ്ടേ? ഷൈഅൻ. അമാ തുരീദു ഉമ്മുക്കി ഷൈഅൻ, ഉമ്മക്ക് ഒന്നും വേണ്ടേ? സൽമ മാ അദ്രി അസ്അലുഹ മാ അദ്രി, എനിക്കറിയില്ല. ദറ യദിരി അറിഞ്ഞു, ദറ അറിഞ്ഞു, യദിരി അറിയുന്നു, അദിരി ഞാൻ അറിയും. മാ അദിരി എനിക്കറിയുകയില്ല. അസ്അലുഹ ഞാൻ അവളോട് ചോദിക്കട്ടെ, ഞാൻ ഉമ്മയോട് ചോദിക്കട്ടെ. അസ്അലുഹ അല്ല, ഞാൻ ഇസ്അലീഹ. അപ്പൊ ഇസ്അൽ നീ ചോദിക്കൂ, നീ ചോദിക്കൂ. ഇസ്അൽ യാ വലദ്. ബിന്താണെങ്കിൽ ഇസ്അലി യാ ബിന്ത്, യാ ബിന്ത്. ഇസ്അൽ യാ വലദു, ഇസ്അലി യാ ബിന്തു. സ്ത്രീ. അപ്പൊ പെണ്ണിനോട് ചോദിക്കുമ്പോ ഇസ്അലി എന്ന്. കൽപ്പന ടു ഗേൾ. പെൺകുട്ടിയോട് പറയുമ്പോ അലി. നേരത്തെ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ പാഠത്തിൽ നമ്മൾ അറാതെ യുരീദുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. سلمى تخرج ثم تدخل بعد قليل. സൽമ എന്ത് ചെയ്യുന്നു? തഖ്റുജു, ഹുവ യഖ്റുജു അവൻ പുറപ്പെടുന്നു, ഹിയ തഖ്റുജു അവൾ പുറപ്പെടുന്നു. സൽമ തഖ്റുജു അവൾ പുറപ്പെടുന്നു. സുമ്മ തദ്ഖുലു ഹുവ യദ്ഖുലു ഹിയ തദ്ഖുലു, ഹിയ തദ്ഖുലു പിന്നീട് സൽമ എന്ത് ചെയ്യുന്നു? പ്രവേശിക്കും. ബഅദ ഖലീലിൻ ആഫ്റ്റർ എ വൈൽ, അല്പസമയത്തിന് ശേഷം. تقول إنها تريد 3 أمتار من هذا القماش. تقول هو يقول هي تقول. അപ്പോ ഉമ്മി തഖൂലു ഉമ്മ പറയുന്നു, തഖൂലു അവൾ പറയുന്നു. ഇന്നഹ എന്തുകൊണ്ട് അന്ന ഉപയോഗിച്ചില്ല?
കാലയുടെ രൂപഭേദങ്ങൾക്ക് ശേഷം ഇന്നയാണ് ഉപയോഗിക്കേണ്ടത്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കാലയുടെ രൂപഭേദങ്ങൾക്ക് ശേഷം ഇന്നയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തഖൂൽ ഇന്നഹ, മൂസാ നബി അലൈഹി സ്വലാമയോട് ചോദിച്ചില്ലേ ജനങ്ങള് എന്താ നിറം, ബക്കറയെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഖാല ഇന്നഹു യഖൂൽ ഇന്നഹ ബഖറത്തുൻ, അല്ലേ? യഖൂലു ഇന്നഹ എന്ന് അവിടെ കാണാം. കാലയുടെ രൂപഭേദങ്ങൾക്ക് ശേഷം ഇന്നയാണ് വരും. തഖൂലു ഇന്നഹ, അപ്പോ ആ ഉമ്മ പറയുന്നു ഇന്നഹ, അവൾ, തീർച്ചയായും അവൾ, തുരീദു, അവൾക്ക് ആവശ്യമുണ്ട്, സലാസത്ത, തുരീദുവിന്റെ കർമ്മമാണ് സലാസത്ത്, അതുകൊണ്ട് എന്ത് ചെയ്തു അതിനെ നസ്ബ് ചെയ്തു. സലാസത്ത അംതാരിൻ, അപ്പോ സംഖ്യക്ക് ശേഷം വരുന്നത് എന്തായിരിക്കണം? 1 മുതൽ 10 വരെ, 1 മുതൽ 10 വരെ ബഹുവചനമായിരിക്കണം. സലാസത്തിന് ശേഷം അംതാർ, അംതാറിന്റെ ഏകവചനം എന്താ? മിത്തർ. മിത്തറിന്റെ ഇംഗ്ലീഷ് എന്താ? മീറ്റർ. സലാസത്ത അംതാരിൻ, 3 മീറ്റേഴ്സ്, 3 മീറ്റർ വേണം. തുരീദു സലാസത്ത അംതാരിൻ, എന്ത് വേണം? മിൻ ഹാദൽ ഖുമാഷ്, ഖുമാഷ് എന്താ? തുണി. അതേ തുണിയുമാകാം കേട്ടോ, സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയുമാകാം, ഉടുക്കുന്ന തുണിയുമാകാം, എല്ലാത്തിനും ഖുമാഷ് എന്ന് പറയാം. അപ്പൊ സലാസത്ത് അംതാരി മിൻ ഹാദൽ ഖുമാഷ്, ഈ തുണിയുടെ 3 മീറ്റർ വേണം. ഹുദ് ഹാദ, ഇത് പിടിച്ചോ. എന്ത് ഹാദ? നമൂദജ് സ്പെസിമെൻ, മാതൃക. നമൂദജ് മാതൃക അല്ലെങ്കിൽ സ്പെസിമെൻ. ഫോം എന്ന അർത്ഥത്തിലും നമൂദജ് ഉപയോഗിക്കും. നമ്മൾ ഫിൽ ദ ഫോം എന്ന് പറയുമല്ലോ, ഫോം ഫില്ല് ചെയ്യുന്നതിന് നമൂദജ് എന്നാ പറയും. നമൂദജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മാതൃക എന്നാണ് അർത്ഥം. ആദൻ നമൂദജ, ഈ മാതൃക എടുത്തോളൂ. ലാബത്തി, ഉപ്പ. അല്ല, സഅശ്തരി ലക്കും മാ തുരീദൂന ഇൻഷാ അല്ലാഹ്. സഅശ്തരി ലക്കും, ഞാൻ വാങ്ങാം. സഅശ്തരി ലക്കും, നിങ്ങൾക്ക്. മാ തുരീദൂന, എന്താണ്? മാ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, പാഠം അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ 3-ാമത്തെ 4-ാമത്തെ പാഠത്തിലുണ്ട്. മായുടെ അർത്ഥം എന്താ? ഏതൊന്നാണോ അത്. വിച്ച്, വാട്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ മിൻ ശർരി മാ ഖലഖ്. എന്താണോ അവൻ സൃഷ്ടിച്ചത് അതിന്റെ തിന്മയിൽ നിന്ന്. അപ്പോ സഅശ്തരി ലക്കും, നിങ്ങൾക്ക് ഞാൻ വാങ്ങാം. മാ തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുന്നു. അപ്പൊ തുരീദൂന എന്ന് പറഞ്ഞാൽ മാസ്കുലിനും ഫെമിനിനും ഉൾപ്പെട്ടു. പുല്ലിംഗവും സ്ത്രീലിംഗവും, അതായത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ചേർത്താണ് തുരീദൂന എന്ന പുല്ലിംഗം പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങാം. സായുടെ അർത്ഥം എന്താ? സായി സമീപ ഭാവിയിൽ എന്നുണ്ട്, പിന്നെന്താ? തീർച്ചയായും അർത്ഥമുണ്ട്. ഷുവർലി ഐ വിൽ ബൈ വാട്ട് എവർ യു നീഡ്, ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചത്. ഓക്കെ. അജീബൻ ലസ്അലത്തിൽ ആതിയ,
മതാ യസ്ഹബുൽ അബു ഇല സൂഖി, അബ് സൂഖിൽ പോകുന്ന എപ്പോഴാണ്? പള്ളിയിൽ പോയിട്ട് ആണ് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആണ് സൂഖിൽ പോകുന്നത്. ബഅദ സ്വലാത്തി, അന അദ്ഹബു ഇലൽ മസ്ജിദി വസഅദ്ഹബു ഇല സൂഖി ബഅദ സ്വലാത്തി. അല്ലേ? അന അദ്ഹബു ഇല മസ്ജിദ്, ഞാനിപ്പോ പള്ളിയിൽ പോകുന്നു. വസഅദ്ഹബു ഇല സൂഖി ബഅദ സ്വലാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. മാതാ യുരീദുൽ ഹസീദ്, മാതാ യുരീദുൽ ഹുസൈൻ, ഹുസൈൻ എന്താ വേണ്ടത്? യുരീദുൽ ഹലാവ. الثالث ماذا تريد سعاد؟ സുആദിന് എന്താ വേണ്ടത്? അപ്പൊ മത്താ യദ്ഹബു അൽ അബ് എന്ന് പറഞ്ഞു. അബിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് യദ്ഹബു എന്ന വാക്ക് ഉപയോഗിച്ചു. മാതാ യുരീദു അൽ ഹുസൈനു, ഹുസൈൻ പുല്ലിംഗമായതുകൊണ്ട് യുരീദു എന്ന വാക്ക് പുല്ലിംഗം ഉപയോഗിച്ചു. മാതാ തുരീദു സുആദു, സുആദ് സ്ത്രീലിംഗമായതുകൊണ്ട് തുരീദു എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചു. സുആദിന് എന്താ വേണ്ടത്? തുരീദു മിസ്തറത്തൻ കബീറത്തൻ, അവൾക്കൊരു വലിയ മിസ്തറ വേണം. മനില്ലതി യുരീദുൽ മാതാ തുരീദു സുആദ്, മനില്ലതി യുരീദുൽ മിസ്തറത്ത, മിസ്തറത്ത് വേണമെന്ന് പറഞ്ഞാരാ? സുആദു. പറഞ്ഞാലേ ഉള്ളൂ. ഹിയ സുആദു, ഹിയ സുആദു. സുആദിന് എത്ര ദമ്മ് വരും? സുആദിൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? സുആദിൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? സ്ത്രീലിംഗ നാമങ്ങളെല്ലാം ഗൈറു മുൻസരിഫാണ്. നമ്മൾ ഒന്നാം ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. സ്ത്രീലിംഗ നാമങ്ങൾ എല്ലാം താ ഉള്ളതും ഇല്ലാത്തതും, താ ഉണ്ടായിരിക്കട്ടെ ഇല്ലായിരിക്കട്ടെ, അതെല്ലാം എന്താണ്? ഗൈറു മുൻസരിഫാണ്. അപ്പോ ഹിയ സുആദു. അൽ ഖാമിസ് മാദാ തുരീദുൽ ഉമ്മു, ഉമ്മാക്ക് എന്താ വേണമെന്ന് പറഞ്ഞ്? എന്ത് പറയും മറുപടി? തുരീദു ഖുമാഷ്. തുരീദു സലാസത്ത് അംതാരിൻ മിനൽ ഖുമാഷ്, 3 മീറ്റർ തുണി വേണം. ഓക്കെ. സഹ്ഹ മാ യലി, കറക്റ്റ് ദ ഫോളോയിങ്. യുരീദു ഉമറു ഖലമൻ അസ്റഖ, ഉമറിന് എന്ത് പേന വേണ്ടത്? അസ്റഖ് അല്ല വേണ്ടത്, അഹ്മറ വേണ്ടത്. യുരീദു ഉമറു ഖലമൻ അഹ്മറ, ഖലമൻ അഹ്മറ. الثاني يريد هشام أشياء كثيرة. ശരിയാണോ? يريد هشام أشياء كثيرة. ഹിഷാമിന് വല്ലതും വേണോ? മാ യുരീദു ശൈഅൻ, ഹിഷാമിന് ഒന്നും വേണ്ട. ഹഫ്സത്തു ഇൻദഹ ഹഖീബത്തുൻ സൗദാഉ, ഹഫ്സയുടെ അടുക്കൽ എന്ത് ഹഖീബത്താണുള്ളത്? സൗദ ആണോ? ഹംറ ആണുള്ളത്. സൗദ ആണ് വേണ്ടത്, അല്ലേ? ഹഫ്സത്തു ഇൻദഹ ഹഖീബത്തുൻ സൗദ ഹംറാഉ, അതാണ് കറക്റ്റ്. അറാബി അൽ ഹുസൈനു ഫിൽ മത്ബഖ്, ഹുസൈൻ എവിടെയാണ്? മത്ബഖിലാണോ? ഹുവ ഫിൽ അൽ ഹുസൈനു ഫിൽ ഹമ്മാം.
ഓക്കെ, നമ്മളിവിടെ നിർത്താണ്. ബാക്കി ഈ ലെസന്റെ കൺസെപ്റ്റിൽപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ പാഠത്തിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് വായിച്ചു നോക്കണം. ഓക്കെ, എന്തൊക്കെ പറഞ്ഞത്? അറാദ യുരീദുവിന്റെ വ്യത്യസ്ത രൂപങ്ങൾ പറഞ്ഞു. അത് ആണിനോടും പെണ്ണിനോടും മറിഞ്ഞ ആളോടും സന്നിഹിതരായ ആളോടും പറയുന്നതെല്ലാം പഠിച്ചു. പിന്നെ മാ ഇടയിൽ വരുന്നത് രണ്ട് ഫ്രൈസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മായ പഠിച്ചു അല്ലേ? സാഷ്തരിയിലേക്കും മാ തുരീദൂന്, എന്താണോ അത്, നിങ്ങളുടെ മാ പഠിച്ചു. പിന്നെ ജാദീദുവിന്റെ ഫത്തേക്കസറുള്ള അമ്മ പറഞ്ഞു. ദൂന് ഫത്തേട്ട എന്ത് പറയും? ദൂന് ഫത്ത കൊടുത്താൽ എന്ത് പറയും? കേൾക്കുന്നുണ്ടാ? ദൂന് നെസ്ബ് കൊടുത്താൽ എന്ത് പറയും? ജ എന്ന് പറയും. ജെർ ചെയ്താല് ജി എന്ന് പറയും. ഓക്കെ, അതേപോലെ മംനൂ മിന സർഫ് ആയ കുറെ രൂപങ്ങൾ ഇവിടെ പറഞ്ഞു. അതിലൊന്ന് ഉമറു രൂപത്തിലുള്ള എല്ലാ നാമങ്ങളും എന്തായിരിക്കും? ഒരു ലമ്മ വരുള്ളൂ, തൻവീൻ വരികയില്ല, കസ്റും വരികയില്ല. മംനൂ മിന സർഫാണ് ഉമറു. ഓക്കെ, അതേപോലെ കളറുകളുടെ നിറങ്ങളുടെ പേരുകൾ ഗൈറു മുൻസരിഫാണെന്ന് പറഞ്ഞു. അത് പുല്ലിംഗമായിരുന്നാലും സ്ത്രീലിംഗമായിരുന്നാലും. എന്താ പറഞ്ഞത്? ഉമറിന്റെ അവസാനം ഒരു വാവും കൂടെ ഇട്ട് എന്ത് വായിക്കും? അമ്രെന്ന് വായിക്കും. അപ്പോ അതിന് അമ്രന് ലമ്മ വരുമ്പോൾ റായിന്റെ മൂലമാണ് ഇടേണ്ടത്. അതേപോലെ അമ്രന്റെ അവസാനത്തിൽ വരുന്ന അടയാളങ്ങളെല്ലാം റായിന്റെ മൂലമാണ് ഇടേണ്ടത്. അമ്രുൻ, റായിന്റെ മുകളിലാണ് നമ്മൾ ഇടേണ്ടത്. അതേപോലെ റഅയ്തു അമ്രൻ, അവിടെ റായിന്റെ മുകളിലാണ് പത്രത്തിന് ഇടേണ്ടത്. ദഹബത്തു ഇല അമ്രിൻ, അവിടെ റായിന്റെ താഴെയാണ് ഇതിടേണ്ടത്, കസ്റിടേണ്ടത്. അതേപോലെ അഹിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അഹിന് ലമ്മ വന്നാൽ ജാഅ അഹൂക എന്ന് പറയും. കസ്റിട്ടാൽ ഇല അഹീക എന്ന് പറയും. നസ്ബാണെങ്കിൽ അഥവാ ഫത്തഹാണെങ്കിൽ റഅയ്തു അഹാക എന്ന് പറയും. അതേപോലെ ആഹർ എന്നതിന്റെ സ്ത്രീലിംഗമാണ് ഉഖ്റ എന്ന് പറഞ്ഞു. അഷിയാ എന്താണ്? മംനൂ മിന സർഫാണെന്ന് പറഞ്ഞു. ആയിൽ അവസാനിക്കുന്ന എല്ലാം മംനൂ മിന സർഫാണെന്ന് പറഞ്ഞു. അതേപോലെ ഖുർആനും മുസ്ഹഫും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ അൽ മുസ്ഹഫ് ആൻഡ് അൽ ഖുർആൻ. ഒരാൾക്ക് പറയാം എന്റെ അടുക്കൽ 2 മുസ്ഹഫ് ഉണ്ട്, എങ്ങനെ പറയും? ഇന്ത്യ ഖുർആനാനി എന്നല്ല പറയാം, ഇന്ത്യ മുസ്ഹഫാൻ.
ഓക്കെ. പിന്നെ വറക്കുൻ മുസത്തറൻ പറഞ്ഞു, മിസ്തറത്തുൻ പറഞ്ഞു, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതെല്ലാം വെച്ചുകൊണ്ട് എക്സസൈസ് വായിച്ചു നോക്കുക. വായിച്ചിട്ടാണ് അടുത്ത പ്രാവശ്യം വരേണ്ടത്. കൃത്യസമയത്ത് വരിക. ഇൻഷാ അല്ലാഹ് നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അതേപോലെ അറബി ഭാഷ നന്നായിട്ട് പഠിക്കാനും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഖുർആൻ നന്നായി മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله.